സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദ ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. The other one was much better actually. Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാനില്ല കേട്ടോ. ഷോളിലെ jewelry കാണാനില്ല sir. What? The main jewelry is missing. We've informed the police. So please don't step out of the video. Kindly cooperate. ഞാൻ എന്നെ അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും. ഓ ആ ചേട്ടാ ആരും കൊതിച്ചു പോകും. വിൻസ്മേന പണ്ടരങ്ങായിട്ട് പരസ്യം കണ്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞ്. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടും ഇതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു പുരുഷനായിട്ടുള്ള ഒരാൾക്ക് ഇത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമില്ല. ആലോചിച്ച് നോക്കുക. ഇപ്പം അങ്ങേർക്ക് ഏകദേശം 64 വയസ്സുണ്ട്. 64ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു ഫെമിനിനായിട്ടുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കുറേ ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാമാങ്കത്തിൽ മമ്മൂട്ടി ഒരു ഫെമിനിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കിട്ടുക. ഇത് പക്ക നമുക്ക് ഈ ടൈപ്പ് ആളുകളുടെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു റേഞ്ച്. ലാലേട്ടൻ പിന്നെ ഈ കാര്യം പണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പുരുഷനും സ്ത്രീയും അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഓൾറെഡി ഉണ്ട്. അയാൾ കഥകളി ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങേർക്കത് വർക്കാവാറുണ്ടെന്ന്. പക്ഷെ അത് ഈ സമയത്ത് ഇത്രയും കാലം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ബൊട്ടോക്സ് ഒക്കെ ചെയ്ത് ഒടീനൊക്കെ കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു സാധനം വർക്ക് ചെയ്ത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അങ്ങനെ ഒരു സിനിമ കാണുന്നതിനൊക്കെ ഫീൽ കിട്ടി. പരസ്യം ഒരു രക്ഷയില്ല. പിന്നെ മുതലിനെ കണ്ടല്ലോ പ്രകാശ് വർമ്മ. അപ്പോൾ പിന്നെ പരസ്യത്തിൻ്റെ ഒരു ക്ലാസ്സിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. പക്ഷെ ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ്, അയ്യോ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കുറേ കാലമായിട്ട്. ഭയങ്കര ഹാപ്പി. ഒന്നുമില്ല, ഇനിയിപ്പോൾ ആ ജ്വല്ലറി ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് മതി, ഈ ഒരു പരസ്യം മതി. ഇത്രയും കാലം കേരളത്തിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഒക്കെ ആയിരുന്ന ജ്വല്ലറികളുടെ അതേ പ്ലേസ്മെൻറ്റിലേക്ക് ലാലേട്ടൻ്റെ ഈ പരസ്യം ചെയ്തിട്ടുള്ള ജ്വല്ലറിയും വന്നോളൂ. ഒറ്റപ്പേര് മോഹൻലാൽ.